Fine crafted traditional collections. Siren 3 by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. കാലടി സമാന്തര പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതിയോളം പൂർത്തിയായിട്ടും ഇരു കരകളിലുമായി ഏറ്റെടുത്ത ഭൂമിയുടെ ഉടമകൾക്ക് പണം ലഭിച്ചില്ല. കഴിഞ്ഞ ജനുവരിയിൽ MLA-മാരും കളക്ടറും പങ്കെടുത്ത യോഗത്തിൽ 1 മാസത്തിനു ശേഷം പണം നൽകുമെന്ന പ്രഖ്യാപനമുണ്ടായിട്ടും 3 മാസം കഴിഞ്ഞിട്ടും നടപടി ആയില്ല. MC റോഡ് വഴി യാത്ര ചെയ്യുന്ന 10,000ങ്ങളുടെ ദീർഘകാല സ്വപ്നമാണ് കാലടിയിൽ ഒരു സമാന്തര പാലം എന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതിനായി 42 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ പലതരത്തിലുള്ള തർക്കങ്ങളിലും എതിർപ്പുകളിലും പെട്ട് നിർമ്മാണം നീണ്ടുപോയി. ഒടുവിൽ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ ഏപ്രിലിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നിലവിലുള്ള ശ്രീശങ്കര പാലത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് 5 മീറ്റർ മാറിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 499 മീറ്റർ നീളത്തിലും 14 മീറ്റർ വീതിയിലുമാണ് നിർമ്മാണം. ഇരുവശങ്ങളിലും 1.5 മീറ്റർ നടപ്പാതയും ഉണ്ടാകും. മൂവാറ്റുപുഴ കേന്ദ്രമായുള്ള അക്ഷയ ബിൽഡേഴ്സിനാണ് നിർമ്മാണ ചുമതല. 2 വർഷമാണ് നിർമ്മാണ കാലാവധി. നിർമ്മാണം തുടങ്ങി 1 വർഷം പിന്നിടുമ്പോൾ പകുതിയോളം പണി പൂർത്തിയായിട്ടുണ്ട്. കാലടി ഭാഗത്തുനിന്ന് 8 പില്ലറുകളുടെ പണി പൂർത്തിയാക്കി മുകളിൽ ബീമുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഇരു കരകളിലുമുള്ള ബീമുകളുടെ നിർമ്മാണമാണ് സ്ഥലം ഏറ്റെടുക്കൽ വിഷയത്തിൽ കുരുങ്ങിക്കിടക്കുന്നത്. ഏറ്റെടുക്കപ്പെട്ട സ്ഥലത്തിന് ഭൂവുടമകൾക്ക് പണം ലഭ്യമായിട്ടില്ല. വിഷയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ജനുവരിയിൽ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെയും ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെയും നേതൃത്വത്തിൽ നിർമ്മാണ പുരോഗതി അവലോകന യോഗം ചേർന്നിരുന്നു. അങ്കമാലി MLA റോജി M. ജോൺ ഓൺലൈനായും യോഗത്തിൽ പങ്കെടുത്തു. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട കാലതാമസം പരിഹരിച്ച് 1 മാസത്തിനുള്ളിൽ ഭൂവുടമകൾക്ക് പണം നൽകുമെന്നാണ് യോഗത്തിനു ശേഷം എൽദോസ് കുന്നപ്പള്ളി MLA പറഞ്ഞത്. എന്നാൽ മാസം 3 കഴിഞ്ഞിട്ടും ഉടമകൾക്ക് പണം കിട്ടിയിട്ടില്ല. പുഴയിൽ പില്ലറുകളുടെയും ബീമുകളുടെയും പണി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ ഇരു കരകളിലും ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിലാണ് കരാറുകാർ. ഭൂമി വിട്ടുകിട്ടുന്നത് വൈകിയാൽ നിശ്ചിത സമയത്തിനുള്ളിൽ പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയില്ല. ഇത് നിർമ്മാണ ചെലവിനെയും ബാധിച്ചേക്കാം. ഭൂവുടമകൾക്ക് പണം നൽകി എത്രയും വേഗം സ്ഥലമേറ്റെടുത്ത് പണി പൂർത്തിയാക്കാൻ 2 MLA-മാരുടെയും ഇടപെടൽ ഉണ്ടാകണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ മറ്റൂർ ജംഗ്ഷൻ മുതൽ പാലം വരെയുള്ള ഭാഗത്തെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചും സ്ഥലമേറ്റെടുത്തും റോഡ് വീതി കൂട്ടുകയോ ഫ്ലൈ ഓവറോ മറ്റോ നിർമ്മിക്കുകയോ ചെയ്തില്ലെങ്കിൽ പുതിയ പാലം വന്നാലും ഗതാഗത പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന അഭിപ്രായമാണ് ഉയരുന്നത്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.